ഹലോ ഗൈസ്, വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡ് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടിട്ട് വരും, ചാനലിൽ കിടപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഫുൾ അയൺ ആർമർ ആവണം, പിന്നെ നമുക്കൊരു വീടും തട്ടിക്കൊള്ളണം. ഞാനിവിടെയൊക്കെ കുറച്ച് എക്സ്പ്ലോർ ചെയ്തായിരുന്നു. ഇന്നലെ നമ്മൾ എൻഡ് ചെയ്തപ്പോൾ ഡേ 4 ആയിരുന്നു, ഇപ്പോൾ 5 ആയിട്ടുണ്ട്. ഇവിടെ ഒരു കേവ് കണ്ടുപിടിച്ചിട്ടുണ്ട്, ഒരു വലിയ കേവാണ്. മോബ്സൊക്കെ കാണും. എന്നാലും നമുക്ക് ഇതിൻ്റെ അകത്ത് പതുക്കെ ഒന്ന് ഇറങ്ങി നോക്കാം. ഓക്കെ, ഈ ചാടുന്നതിന് മുമ്പായിട്ട് ഞാൻ തിരിച്ചെന്ന് കോളുണ്ടോ നോക്കാനായിട്ട് വില്ലേജിൽ പോയപ്പോൾ ഒരു ക്രീപ്പർ ഓട്ടി ഞാനൊന്ന് ചത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ കയ്യിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ പോയി. അപ്പോൾ എന്തായാലും ഞാൻ ഈ അയണൊക്കെ ഒന്ന് മൈൻഡ് ചെയ്തെടുക്കട്ടെ. ഓക്കെ, അങ്ങനെ അയണൊക്കെ മൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മണ്ടയിലോട്ട് കയറണം. അപ്പോൾ ഒന്ന് മണ്ടയിലോട്ട് കയറിയിട്ട് ഇതാ വരുന്നു. ഓക്കെ, മണ്ടയിലോട്ട് കയറി. അപ്പോൾ നമ്മൾ നൈറ്റ് ആയതുകൊണ്ട് ഒന്ന് കിടന്ന് ഉറങ്ങുകയാണ്. ഓക്കെ, ഐ സ്ലീപ്പ്. ഓക്കെ, അടുത്ത ദിവസമായിട്ടുണ്ട്. നമ്മളെന്തായാലും ഈ സാധനമൊക്കെ കുറച്ച് കളക്ട് ചെയ്ത് വെച്ചേക്കാം. നമ്മുടെ വീടിൻ്റെ ഡെക്കറേഷനൊക്കെ ആയിട്ടൊന്ന് വെച്ചേക്കാം. നമ്മളെന്തായാലും ഇന്ന് നമ്മുടെ വീട് പണി എന്തായാലും ചെയ്യും. വീട് പണിയുന്നതേ ഉള്ളൂ. ഇൻറ്റീരിയർ എന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കിട്ടിയ അയൺ വെച്ചിട്ട് കുറച്ച് പരിപാടികളൊക്കെ ചെയ്യാം. അയൺ ടൂൾസും ആർമറും ഒക്കെ സെറ്റായിട്ട് നമുക്കൊന്ന് ഫുൾ ആർമർ ആവാൻ പറ്റുമോ എന്ന് നോക്കാം. ഓക്കെ, അങ്ങനെ ഒരു സോഡും പിക്കാക്സും ആക്സും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മെയിൻ ടൂൾസ് എന്ന് പറയുന്നത്. കുറച്ച് ആർമറും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ ലെഗിൻസൊക്കെ നേരത്തെ ആ ക്രീപ്പർ കൂട്ടി ചത്തപ്പോൾ പോയിട്ടുണ്ടായിരുന്നു. ഇത് ചെസ്റ്റ് പ്ലേറ്റ് ഉണ്ടാക്കാൻ തികയത്തില്ലാന്ന് തോന്നുന്നു. നമുക്കൊരു ഹെൽമെറ്റും കൂടെ എന്തായാലും തൽക്കാലം ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട്. ചെസ്റ്റ് പ്ലേറ്റ് ഉണ്ടാക്കാനായിട്ടുണ്ട്. ഇവിടെ ഒരു കേവ് ഉണ്ട്, നമുക്ക് അതിൻ്റെ അകത്തോട്ടൊന്ന് ഇറങ്ങി നോക്കാം. മോബ്സ് കാണത്തില്ല എന്നാണ് തോന്നുന്നത്, കാരണം ഞാൻ കുറേ നേരം കൊണ്ട് ഇവിടെ ഉള്ളതുകൊണ്ട് മോബ്സ് ഒന്നും സ്പോണായി കാണത്തില്ല. ഓക്കെ, അങ്ങനെ നമ്മൾ ഒരു ചെസ്റ്റ് പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അടിയിൽ കുറേ അയണൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഒരു സോംബിയെ കണ്ടുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തിരിച്ച് കയറിയത്. സോംബിയും ക്രീപ്പറൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഫുൾ അയൺ ആർമേഴ്സ് ആൻഡ് ടൂൾസ് ആയിട്ടുണ്ട്. ടൂൾസിൽ ഞാൻ ഷവലും പോയും കൂട്ടുന്നില്ല. എന്തായാലും ഇനി നമുക്ക് നമ്മുടെ വീട് പണിയിലോട്ട് നോക്കാം. ഇനി നമ്മുടെ മെയിൻ പരിപാടി നമ്മുടെ വീട് പണിയാണ്. അതും കൂടെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ഗോൾ. ഇവിടെ ആയിട്ടാണ് നമ്മളിന്ന് എന്തായാലും വീട് പണിയാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും വീട് പണിയാനുള്ള കുറച്ച് റിസോഴ്സസൊക്കെ ഞാൻ ഒന്ന് ഒപ്പിക്കട്ടെ. വീട് പണിയാനായിട്ടുള്ള റിസോഴ്സസ് വലുതായിട്ടൊന്നുമില്ല, കുറച്ച് വുഡാണ്. അതെന്തായാലും ഞാൻ ഒന്ന് ഒപ്പിക്കട്ടെ. അതിന് മുമ്പായിട്ട് നമുക്ക് എൻ്റെ ബെഡെല്ലാം അവിടെ ആയതുകൊണ്ട് നമുക്കൊരു മരം മുറിച്ചിട്ട് ഫസ്റ്റ് എൻ്റെ ഒരു ബെഡ് അങ്ങ് ഉണ്ടാക്കിയേക്കാം. ബെഡ് എപ്പോഴും ഞാൻ ഈ ബെഡ് മറന്നുകൊണ്ട് എടുക്കാനായിട്ട്, അതുകൊണ്ട് പെട്ടെന്നൊരു ക്രാഫ്റ്റിംഗ് ടേബിളും ഉണ്ടാക്കി ഒരു ബെഡും കൂടെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഈ നൈറ്റ് അങ്ങ് സ്കിപ്പ് ചെയ്യാം. PvPയിൽ വലിയ ഇതായിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അധികം അങ്ങനെ നൈറ്റ് കളിക്കാറില്ല. ഓക്കെ, ഒരു ക്രാഫ്റ്റിംഗ് ടേബിളും ഒരു ബെഡും സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഐ സ്ലീപ്പ്. അടുത്ത ദിവസമായിട്ടുണ്ട്. ഞാൻ എന്തായാലും പോയിട്ട് കുറച്ച് വുഡൊക്കെ ഒപ്പിച്ചിട്ട് നമ്മുടെ വീട് പണിയാനുള്ള സംഭവങ്ങളൊക്കെ ചെയ്യട്ടെ. വീട് പണിയുന്ന എന്തായാലും ഞാൻ ഇത് ടൈം ലാപ്സ് ഒന്നും ഇട്ടിട്ടില്ല, അതുകൊണ്ട് എന്തായാലും കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടായിരിക്കും കാണിക്കുന്നത്. ടൈം ലാപ്സൊക്കെ നമുക്ക് ഭാവിയിലുള്ള എപ്പിസോഡുകളിൽ നമുക്ക് സെറ്റാക്കാം. ഈ എപ്പിസോഡിൽ എന്തായാലും ടൈം ലാപ്സ് ഒന്നുമില്ല. ഞാനിപ്പോൾ വുഡ് കളക്ട് ചെയ്തിട്ട് ഞാൻ സ്പീഡ് കൂട്ടിയിട്ട് തരാം. ഓക്കെ, കുറച്ച് വുഡും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കുഴിയിൽ നിന്ന് കുറച്ച് കോബിൾ സ്റ്റോണും എടുത്തിട്ടുണ്ട്. കുറച്ച് എടുത്തിട്ടുള്ളൂ, ഇത് തികയെന്ന് വിചാരിക്കുന്നു. വുഡ് തികയാൻ ചാൻസ് ഇല്ല, നമുക്ക് മിക്കവാറും മരം കൂടുതൽ മുറിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ എന്തായാലും നമുക്ക് വീട് പണി അങ്ങ് സ്റ്റാർട്ട് ചെയ്തേക്കാം. ഇവിടെ ആയിട്ടാണ് കേട്ടോ നമ്മൾ വീട് പണിയാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് ഗോ. നമ്മൾ ആദ്യം എടുത്ത മരവും തികഞ്ഞില്ല, പിന്നെ ഞാൻ പോയിട്ട് കുറച്ചും കൂടെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതും തികഞ്ഞില്ല. ഇപ്പോൾ കൊണ്ട് ആ വനം ഞാൻ മൊത്തത്തിൽ നശിപ്പിച്ചിട്ട് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുകയാണ് അവിടുത്തെ വുഡ് മൊത്തവും. അവിടുത്തെ ഇല മാത്രമേ ഉള്ളൂ. ഇപ്പം കൂടുതലും ബിർച്ച് ഫോറസ്റ്റ് ആയിട്ടുണ്ട് അവിടെ അത്രയും ഭാഗത്ത്. അത്രയും വുഡ് ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇതും ഇനി തികയുമോ എന്നറിയത്തില്ല, ഇതിന് വെച്ച് നോക്കണം. അപ്പോൾ എന്തായാലും അതും കൂടെ ഒന്ന് വെച്ചിട്ട് ഇതാ വരുന്നത്. ഞാൻ അതും കൂടെ ഒന്ന് വെച്ചിട്ട് വരാം.
ഗൈസ് കുറച്ച് വുഡ് വെക്കാൻ പോയതാണ്. പിന്നെ ഞാൻ ഇടയ്ക്ക് വെച്ച് റെക്കോർഡ് ചെയ്യാൻ നിന്നില്ല. ഞാൻ ഫുള്ളായിട്ട് ഫ്ലോറും ചെയ്ത് ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഫ്ലോറും നമ്മൾ ഫുള്ളായിട്ട് പ്ലാങ്ക് വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ സ്റ്റെയർ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞാൻ ഒരു സ്റ്റെയർ വെക്കാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ബട്ട് ഒരു സ്റ്റെയർ വെക്കുമ്പോൾ കുറച്ച് ഇതാവുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട്. അതുകൊണ്ട് ഇവിടെ 2 സ്റ്റെയർ വെക്കുന്നതാണ്, ഒരു സ്റ്റെയർ വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാൻ ആദ്യം ഉദ്ദേശിച്ചത് 2 സ്റ്റെയർ വെക്കാനാണ്. ബട്ട് ഇപ്പോൾ ഒരു സ്റ്റെയർ വെക്കുന്നതാണ്. നമ്മൾ ഇൻറ്റീരിയർ ചെയ്യാൻ നേരത്തെ ചിലപ്പോൾ ഒരു സ്റ്റെയർ വെച്ചിൽ കഴിഞ്ഞാൽ കുറച്ച് ബോറാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എന്തായാലും നമുക്ക് 2 സ്റ്റെയർ വെക്കുന്നതായിരിക്കും നല്ലത്. നമ്മുടെ എന്തായാലും 5 സ്റ്റെയറും കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ എന്തായാലും അതും കൂടെ അങ്ങ് വെച്ചേക്കാം. ഓക്കെ, അങ്ങനെ സ്റ്റെയർ എല്ലാം വെച്ചിട്ടുണ്ട്. പണ്ട് ഇവിടെ ആയിട്ട് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് നമ്മൾ ഗ്ലാസ് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ഗ്ലാസ് വെക്കുന്നതും കൂടാണ്. ഗ്ലാസ് വെക്കണം. പിന്നെ ഈ ഇവിടേക്ക് ഒന്ന് സ്ട്രിപ്പ് ഡോക്ക് വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്യണം. അപ്പോൾ എന്തായാലും അതും കൂടെ ഒന്ന് ചെയ്തിട്ട് ഇതാ വരുന്നു. ഓക്കെ, ഇതങ്ങനെ നമ്മുടെ വുഡിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്ന് പതുക്കെ സ്ട്രിപ്പ് ചെയ്തെടുക്കണം. സ്ട്രിപ്പ് ചെയ്യുന്നതാണ് പാട്. ഇങ്ങനെ ഓരോ ബ്ലോക്ക് ഇങ്ങനെ സ്ട്രിപ്പ് ചെയ്ത് വെക്കണം. അതാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഇയറൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുമ്പോഴത്തേക്ക് ഇതൊക്കെ കുറച്ചൊക്കെ മറയും. അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മളിത് ഫുള്ളായിട്ട് ഗ്ലാസ് വെച്ചിട്ട് എടുക്കാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അങ്ങനെ താഴത്തെ നില ഫുള്ള് സ്ട്രിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മണ്ടലത്തെ നിലയും കൂടെ ഒന്ന് സ്ട്രിപ്പ് ചെയ്തെടുക്കണം. ഇപ്പോൾ എന്തായാലും അതും കൂടെ ചെയ്തിട്ട് ഇപ്പോൾ വരാം. ഓക്കെ, എന്തായാലും അതിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പോയിട്ട് കുറച്ച് സാൻഡും കൂടെ എടുത്തിട്ട് വരാം. സ്ട്രിപ്പ് ചെയ്യാൻ പോയാൽ ഞാൻ എന്തായാലും വീടിൻ്റെ പണി മൊത്തത്തിൽ അങ്ങ് തീർത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് റെക്കോർഡ് ചെയ്യാനൊന്നും നിന്നില്ല. ഈ സാൻഡും കൂടെ നമുക്ക് കുറച്ചൊന്ന് പൊട്ടിച്ചെടുത്തുകൊണ്ട് പോവാം. നമുക്കൊരു സ്റ്റാക്ക് സാൻഡ് തന്നെ ധാരാളമാണ്. എന്തായാലും കുറച്ച് പൊട്ടിച്ചിട്ട് പോവാം. ഓക്കെ, അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഫർണസ് അവിടെ വെച്ച് മറന്നുകൊണ്ട് ഞാൻ ഒരു പുതിയ ഫർണസ് വെച്ചിട്ടുണ്ട് 2 എണ്ണം. എന്നിട്ടാണ് നമ്മളെ സാൻഡൊക്കെ സ്മെൽറ്റ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അങ്ങനെ നമ്മുടെ സാൻഡും സ്മെൽറ്റ് ചെയ്യാനൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ വുഡ് വെച്ച് നമ്മുടെ കോളൊന്നും എടുത്തിട്ടുകൊണ്ട് വുഡ് വെച്ച് തന്നെ കുറച്ച് വുഡും കൂടെ പോയി മൈൻഡ് ചെയ്തിട്ട് ഞാനതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ 18 ഗ്ലാസ് അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റർ പാക്ക് ഇട്ടിട്ടുണ്ട് കണക്റ്റഡ് ഗ്ലാസിൻ്റെ. അതാകുമ്പോൾ ഈ വീട്ടിലൊക്കെ വെച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടെ ഭംഗി വരും. അതുകൊണ്ട് ഇതാണ് ഈ ഗ്ലാസ് എടുത്ത് നമ്മുടെ ക്രാഫ്റ്റിങ്ങിലോട്ടൊന്ന് വെച്ച് കഴിയുമ്പോൾ നമുക്ക് കണക്റ്റഡ് ഗ്ലാസ് കിട്ടും. നിങ്ങൾ കുറേ പേർക്ക് ഈ ഒരു റിസോഴ്സ് പാക്ക് ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. ഇത് കാണാൻ നല്ല ഭംഗിയാണ്. ഇത് വെച്ച് കഴിഞ്ഞാലും കുറച്ച് ഭംഗിയൊക്കെയാണ് കാണാനായിട്ട്. ആ ഇടയ്ക്കുള്ള വരയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ക്ലീനായിട്ട് നമ്മുടെ ആ റിവർ സൈഡ് വ്യൂ ഉള്ളിടത്തൊക്കെ ഈ ഗ്ലാസ് വെച്ചാൽ നല്ല രസമായിരിക്കും. കണ്ടോ, നല്ല രസമാണിത്. അപ്പോൾ എന്തായാലും ഈ വീടിൻ്റെ അകത്ത് ഉള്ള ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് ഞാനൊന്ന് നിറച്ചിട്ട് ഇതാണ്ട് ഇപ്പോൾ വരാം. ഓക്കെ, അങ്ങനെ ഈ ഡോറും കൂടെ വെക്കുന്നവർ ഈ വീടിൻ്റെ പരിപാടി ഫുള്ള് തീർന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫൈനൽ ലുക്ക്. നമ്മൾ ജനലൊക്കെ കുറച്ച് ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് നമ്മുടെ ഫ്ലവർ പോട്ടൊക്കെ വെച്ചിട്ടൊന്ന് ഡിസൈൻ ചെയ്തെടുക്കുക അടുത്ത എപ്പിസോഡിൽ. എന്തായാലും ഞാൻ ഇൻറ്റീരിയറൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇൻറ്റീരിയറൊന്നും ചെയ്തിട്ടില്ല, അതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചെയ്യാനുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ ഇഷ്ടംപോലെ റൂം വരാനുള്ള സ്ഥലമുണ്ട്. നമുക്ക് എന്തായാലും ഇവിടെ നല്ലൊരു വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെയാണ് ഈ മണ്ടേലായിട്ട് നമുക്ക് ഇൻറ്റീരിയർ ചെയ്യാനായി നേരത്ത് കുറച്ച് പരിപാടി ചെയ്യാനുണ്ട്. ആ മണ്ടേ എക്സ്ട്രാ ഇരുന്ന ബ്ലോക്കൊക്കെ നമ്മൾ പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വീടെന്ന് പറയുന്നത്. ഈ സ്റ്റെയറിന് പകരം വേറെ എന്തെങ്കിലും ആക്കണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ സ്റ്റെയറേ എനിക്ക് കിട്ടിയുള്ളൂ, അതുകൊണ്ടാണ് അത് വെച്ചത്, നമ്മുടെ ഫസ്റ്റ് വീടായതുകൊണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ.
രണ്ടാമത്തെ എപ്പിസോഡായിരുന്നു. മൂന്നാമത്തെ എപ്പിസോഡിൽ നമ്മൾ എന്തായാലും ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ ചെയ്യുന്നതായിരിക്കും. ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.